ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ നോ ടെയിൽ ടു ടെൽ എന്ന കൊറിയൻ റൊമാൻറ്റിക് ഫാൻറ്റസി സീരീസിലെ എപ്പിസോഡ് 1 ആണ്. കഥയിൽ നൂറുകണക്കിന് വർഷങ്ങളായി ജീവിച്ച 9 വാലുള്ള കുറുക്കൻ മനുഷ്യനായി മാറേണ്ടി വരുന്ന അവസ്ഥയും അതിലൂടെ ഉണ്ടാകുന്ന പ്രണയവും പ്രശ്നങ്ങളുമാണ് പ്രധാനമായും പറയുന്നത്. ഇതിൻ്റെ നായികയാണ് 9 വാലുള്ള മാന്ത്രിക വിദ്യകൾ അറിയുന്ന മനുഷ്യരൂപത്തിലുള്ള ആ കുറുക്കൻ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള മരുന്നുചെടി അന്വേഷിച്ച് ഒരു മനുഷ്യൻ മലമുകളിൽ അത് തിരയുന്നതാണ്. പെട്ടെന്ന് പുറകിൽ വന്ന് നിൽക്കുന്ന ഹീറോയിൻ യുൻഹോയെ കണ്ട് പേടിക്കുന്നു. അവൾ ഹാങ്യോങ്ങിലേക്കുള്ള വഴി ചോദിക്കുകയും അത് ആ ദിശയിലേക്കാണെന്നും കൂടാതെ അവിടെ എത്താൻ 20 ദിവസത്തോളം എടുക്കുമെന്നും അയാൾ പറയുന്നു. ഇതിന് നന്ദി സൂചകമായി അയാൾ അന്വേഷിച്ച് നടന്ന മരുന്നുചെടി കാണിച്ചു കൊടുത്ത് അവൾ അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു. ശേഷം കല്യാണത്തിനൊരുങ്ങുന്ന പെൺകുട്ടി ഒരുപാട് നേരമായി തോഴിമാരിൽ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരോട് അവിടുന്ന് മാറാൻ പറഞ്ഞ് നീ എപ്പോഴാ വന്നതെന്ന് ആ തോഴിയോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ തോഴിയുടെ വേഷത്തിൽ വന്ന യുൻഹോ ചേച്ചിയുടെ വിവാഹം കൂടാനെത്തിയതാണ്. അവളെ പർവ്വതനിരകളുടെ സ്മെൽ വച്ചാണ് ചേച്ചി തിരിച്ചറിഞ്ഞതും. അതായത് യുൻഹോയെ പോലെ തന്നെ 9 ടൈൽഡുള്ള കുറുക്കനായിരുന്നു ചേച്ചിയും. തൻ്റെ പ്രണയ സബലീകരണത്തിനായി അവൾ മനുഷ്യനായി മാറിയതാണ്. ഏറെ നാളിനു ശേഷം കണ്ടുമുട്ടിയ അവർ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു. യുൻഹോ ചേച്ചിയെ ആശംസിക്കുകയും ചെയ്യുന്നു. ശേഷം കല്യാണ ചടങ്ങിൽ നിൽക്കുന്ന യുൻഹോ എല്ലാ 9 ടൈൽഡ് ഫോക്സും അവസാനം മനുഷ്യനാവുകയും താൻ സ്നേഹിച്ചയാളെ സ്വന്തമാക്കി ജീവിക്കുകയും ചെയ്യുന്ന പോലെ തൻ്റെ ചേച്ചിയും സന്തോഷവതിയായി തന്നെ ഇരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശീർവദിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവൾക്ക് ചേച്ചിയുടെ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നു. അതായത് ചേച്ചി വളരെയധികം യാതനകളും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുമെന്നും ദുഃഖകരമായിരിക്കും ജീവിതമെന്നും. കഥകളിലെ പോലെ സന്തോഷമല്ല, പകരം മനുഷ്യനായി മനുഷ്യനെ പ്രണയിച്ചാൽ കഷ്ടതകളും ദുരിതവും അനുഭവിച്ച് ഒരു നാൾ മരിക്കേണ്ടി വരുമെന്നും അവൾ ഓർക്കുന്നു. ശേഷം സ്ക്രീനിൽ പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. ചേച്ചിയുടെ ജീവിതം കണ്ട യുൻഹോ ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കില്ലെന്നും മനുഷ്യനായി മാറില്ലെന്നും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ഞാനൊരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ അവളുടെ കാലിനടുത്ത് രക്തമൊഴുകിയെത്തുന്നതും ഒരാൾ അടുത്ത് കിടക്കുന്നതും കാണിച്ച് ആ സീൻ അവിടെ അവസാനിക്കുന്നു. 9 വർഷം മുമ്പ് യുൻഹോ അങ്ങനൊരു തീരുമാനത്തിൽ എങ്ങനെ എത്തി എന്നാണ് അടുത്ത് കാണിക്കുന്നത്. സീനിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നതും അത് അസിസ്റ്റ് ചെയ്യാൻ കോച്ചിനൊപ്പം 2 വിദേശികൾ ഉള്ളതായും കാണിക്കുന്നു. അവർക്ക് ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു കോച്ച്. ആ ടീമിൽ ഹ്യുൻവുൻ എന്നൊരു കളിക്കാരൻ നാഷണൽ ടീമിലുണ്ടെന്ന് അവൻ്റെ സ്കിൽസിനെ വാതോരാതെ പ്രശംസിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ സിയോൾ അവിടെ സ്കോർ ചെയ്യുന്നത്. കോച്ച് അവനോട് ഹ്യുൻവുന്നിന് ബോൾ പാസ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അവൻ ഗോൾ അടിക്കുന്നു. കളി ജയിച്ചെങ്കിലും താൻ പറഞ്ഞത് കേൾക്കാത്തതും ഹ്യുൻവുൻ്റെ അവസരം തട്ടിപ്പറിക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞ് കോച്ച് അവനെ പൊതിരെ തല്ലുന്നു. കൂടാതെ കാശ് തരാതെ കോച്ചിങ്ങിന് വരുന്നത് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഹ്യുൻവുൻ്റെ അച്ഛൻ എല്ലാവർക്കും ഡ്രിങ്ക്സും സ്നാക്സും കൊടുക്കുന്നതാണ് കാണുന്നത്. സിയോളിനെ കാണുന്ന ഹ്യുൻവുൻ അവന് സ്നാക്സ് നൽകുമ്പോൾ അവൻ അത് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഹ്യുൻവുൻ്റെ അച്ഛൻ കോച്ചിന് ക്യാഷ് കൊടുക്കുന്നതും സിയോള് കാണുന്നു. ഇങ്ങനെ അവൻ്റെ അച്ഛൻ കാശ് കൊടുക്കുന്നതിൻ്റെ കൂറാണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാലോചിച്ച് അവൻ അവിടെ ഇരുന്നു. ശേഷം സ്ക്രീനിൽ കാണിക്കുന്നത് ലീ എന്ന ബിസിനസ്സുകാരൻ കാറിൽ വരുന്നതും തൻ്റെ ഡ്രൈവർ റേഡിയോ ഓഫ് ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെടാത്തയാൾ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് കമ്പനിയിൽ എത്തുന്നതുമാണ്. ഇന്നത്തെ കോൺട്രാക്റ്റ് കിട്ടാൻ വളരെ പ്രയാസകരമാണെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ പണം കൊടുത്താൽ കിട്ടാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് മീറ്റിങ്ങിന് പോകുന്നു. അവിടെ എത്തിയ ലീ ആരെയോ അന്വേഷിക്കുന്നതായി കാണാം. കോൺട്രാക്റ്റ് വാങ്ങാൻ വന്ന ഒരാൾ പ്രസന്റേഷൻ ചെയ്യുന്നതിനിടയിൽ യുൻഹോ സ്ക്രീനിൽ വരുന്നു. അവരെയൊക്കെ മിണ്ടാൻ പറ്റാതെയാക്കുകയും എന്നിട്ട് അവരുടെ മൈൻഡിൽ കയറി ലീക്ക് വോട്ട് കൊടുക്കാൻ പറയുകയും ചെയ്യുന്നു. ശേഷം ലിയ മാത്രം ഫ്രീ ആക്കി അവളോടൊപ്പം വരാൻ പറഞ്ഞു വിടുന്നു. സീൻ കട്ട് ചെയ്ത് സിയോളിനെയാണ് കാണിക്കുന്നത്. അവനൊരു അനാഥനാണ്. അവനൊരു മുത്തശ്ശി മാത്രമാണുള്ളത്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം അവർ രാത്രിയോ പകലോ എന്നില്ലാതെ കഷ്ടപ്പെടുന്നു. ഫീസ് അടയ്ക്കേണ്ട സമയമായല്ലോ എന്ന് പറയുന്ന മുത്തശ്ശിയോട് താൻ സ്റ്റാർ പ്ലെയർ ആയത് കാരണം എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് അവൻ നുണ പറയുന്നു. അവൻ ക്യാഷിന് രാത്രികളിൽ ഫുഡ് ഡെലിവറി ബോയ് ആയി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിന്ന ഹ്യുൻവുനെ കണ്ടവൻ വണ്ടി നിർത്തുന്നു. അവൻ എന്താ ആവേശത്തിലെന്ന് ചോദിക്കുന്ന ഹ്യുൻവുൻ ഷൂസ് വാങ്ങാൻ വേണ്ടിയാണെന്ന് സിയോൺ മറുപടി നൽകുന്നു. ശേഷം അവർ രണ്ടാളും കൂടി അവിടെ നിന്ന് ഒരുപാട് നേരം കളിക്കുന്നു. രണ്ടുപേരും ഫുഡ് കഴിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്.
ലേസി ജീനിയസ് എന്ന് ഹ്യുൻവുൻ പറയുമ്പോൾ ഞാനൊരു പുവർ ജീനിയസ് ആണ്. എനിക്ക് കാശു തരാൻ അച്ഛനും അമ്മയുമില്ല. പ്രായമായ ഒരു മുത്തശ്ശി മാത്രമാണുള്ളതെന്ന് അവൻ പറയുന്നു. പ്രാക്ടീസ് ഇല്ലേലും ഞാൻ നന്നായി കളിക്കുന്നുണ്ടല്ലോ എന്നും നാഷണൽ ടീമിൽ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നു ആ സ്ഥാനത്ത് വരേണ്ടതെന്നും തമാശ രൂപേണ അവൻ കൂടെ ചേർക്കുന്നു. പിന്നെ കാണിക്കുന്നത് യുൻഹോയും ലീയും ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. ലീ ആ കോൺട്രാക്റ്റ് കിട്ടാനായി ഭീമമായൊരു തുക യുൻഹോയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. നയൻ ടൈൽഡ് ഫോക്സ് ആണ് യുൻഹോ എന്നറിയാവുന്ന ലീ മീറ്റിംഗ് സമയത്ത് അവളെയാണ് തിരഞ്ഞതെന്ന് മനസ്സിലാകും. അതായത് യുൻഹോ ഇതുപോലെ പണക്കാരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി അവരുടെ കയ്യിൽ നിന്ന് വലിയൊരു തുക വാങ്ങുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ താനല്ലാതെ മറ്റൊരു ക്ലയൻറ്റ് ഉണ്ടോ എന്നും നിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നും ചോദിക്കുന്ന അവൻ്റെ ആ ചോദ്യം തീരെ ഇഷ്ടപ്പെടാത്ത യുൻഹോ ഇരുട്ടുമൂടിയ നരകം പോലൊരിടത്ത് മലമുകളിൽ കൊണ്ടുപോയി അവനെ താഴെ തള്ളിയിടുന്നതായി കാണിക്കുന്നു. പേടിച്ച ലിയോട് നീ ഒരു ട്രബിൾ മേക്കർ ആയതുകൊണ്ട് നീ ഇനിയും എൻ്റെ അടുത്ത് വരും, അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ നിന്നെ സഹായിക്കണോ എന്ന് പറയുകയും ഞാൻ ആരെയും കൊല്ലാറില്ല, എൻ്റെ പവർ കുറയുമെന്നും കൂടെ ചേർക്കുന്നു. ശേഷം മുത്തശ്ശി അറിയാതെ ഫുഡ് ഡെലിവറിക്ക് പോയ സിയോൾ തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. യുൻഹോയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്തവരാണ്. ജനിച്ചു തുടങ്ങി മരിക്കുന്നത് വരെ ഒരിക്കൽ പോലും സമാധാനമില്ലാത്തവർ. സന്തോഷങ്ങളെക്കാൾ കൂടുതൽ ദുഃഖമാണെന്നും എന്നാൽ നയൻ ടൈൽഡ് ഫോക്സ് അങ്ങനെയല്ലെന്നും അവൾ ചിന്തിക്കുന്നു. അങ്ങനെ മോളിൽ കൂടി നടന്നു വരുന്ന അവൾ അവിടെ നിന്നിരുന്ന പെൺകുട്ടിയെ കണ്ട് ഇന്നൊരു ദിവസം നീയാണെൻ്റെ ഫ്രണ്ട്, ഒറ്റയ്ക്കുള്ള എനിക്ക് നീ ഇന്ന് കമ്പനി തരാൻ പെട്ടെന്ന് പറയുകയാണ് അവൾ. നോ എന്ന് മറുപടി നൽകിയ അവളെ ഒറ്റ ഞൊടിയിൽ മൈൻഡ് കൺട്രോൾ ചെയ്ത് യെസ് പറയിക്കുകയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. താനൊരു നയൻ ടൈൽഡ് ഫോക്സ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന ഫ്രണ്ടിൻ്റെ ചോദ്യത്തിന് അതൊക്കെ ഇപ്പോഴുമുണ്ട്, എന്നാൽ ഈ TV ചാനലുകൾ കാണിക്കുന്നത് പോലെ രക്തദാഹിയായ മനുഷ്യരെ വശീകരിച്ച് കൊല്ലാറൊന്നുമില്ല എന്നവൾ മറുപടി നൽകി. ഈ ലോകത്ത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയും ലോകം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ ബോറടിക്കാറേ ഇല്ല എന്നും പറഞ്ഞ് 1930 ഒരു ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും ഒന്നും മനസ്സിലാവാത്ത അവൾ ടീച്ചറെ കൺട്രോൾ ചെയ്ത് കൊറിയൻ സംസാരിപ്പിക്കുന്നതും കാണിക്കുന്നു. പിന്നെ 1970 ഒരു കാർട്ടൂൺ ബുക്ക് വായിച്ചതിൻ്റെ അവസാനം അതിൻ്റെ എൻഡിങ് ഇഷ്ടപ്പെടാത്ത അവൾ ഓതറിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവൾക്കിഷ്ടമുള്ള രീതിക്കാക്കുന്നതും 1990 ഒരു ചെക്കൻ്റെ കൂടെ ഗെയിം കളിച്ച് അവൾ എപ്പോഴും തോൽക്കുന്നത് കാരണം അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവൾ ജയിക്കുന്നതും കാണിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ കേട്ടിരിക്കുന്ന പുതിയ ഫ്രണ്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരു ത്രില്ലുമില്ല, പറയാൻ പോലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലുമില്ല എന്ന് പറഞ്ഞത് കേട്ടതും മുഖം ചുളിഞ്ഞ യുൻഹോ പെട്ടെന്ന് അവളെ കൺട്രോൾ ചെയ്ത് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെ ആക്കി. ശേഷം സിയോളിനെയും കൂട്ടി ഷൂസ് വാങ്ങാനെത്തിയ ഹ്യുൻവിനെ കാണിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയുമ്പോൾ നീ എനിക്കിത് വാങ്ങിത്തരാൻ പോവുകയാണോ എന്ന് സിയോൺ ഹ്യുൻവിനോട് ചോദിക്കുന്നു. അല്ല എന്നും എനിക്കിത് സ്പോൺസർഷിപ്പ് ആണെന്നും 1 ഇയർ കൊണ്ട് 20 മില്യൺ പർച്ചേസ് ചെയ്യാൻ ഞാൻ അത്രയും യൂസ് ചെയ്യാറില്ലെന്നും അവന് മറുപടി നൽകി. കേട്ട് ഞാൻ പിച്ച ചോദിച്ചോ എന്ന് പറഞ്ഞ് സിയോൾ അവിടെ നിന്ന് പോയി. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന യുൻഹോയും സിയോളും തമ്മിൽ തട്ടുന്നു. യുൻഹോയെ തട്ടിയ സിയോൾ തെറിച്ചു ചുമരിൽ പോയി ഇടിക്കുന്നു. ഇത്രയ്ക്ക് ആരോഗ്യമില്ലേ, എന്തേലും എക്സസൈസ് ചെയ്യടോ എന്ന് വളരെ ആറ്റിറ്റ്യൂഡിൽ അവിടെ നിന്ന് എഴുന്നേറ്റ സിയോളിനെ നോക്കി പറയുന്നു. അപ്പോഴേക്കും ഹ്യുൻവുൻ അങ്ങോട്ടേക്ക് എത്തി. അവനെ കണ്ടതും യുൻഹോയ്ക്ക് അവൻ ഫ്യൂച്ചറിൽ വലിയൊരു ഫുട്ബോൾ പ്ലെയർ ആകുമെന്നുള്ള ഫ്യൂച്ചർ കാണാൻ പറ്റുകയാണ്. അവിടെ നിന്നും പോകുന്ന അവരെ നോക്കിക്കൊണ്ട് അവൻ വലിയ സ്റ്റാർ ആകുമെന്നും ഒരിക്കൽ അവൻ എൻ്റെ അടുത്ത് വരുമെന്നും യുൻഹോ പറയുമ്പോൾ എന്നെയും ഹെൽപ്പ് ചെയ്യാവോ എന്ന് ഇതൊക്കെ കണ്ടു നിന്ന പുതിയ ഫ്രണ്ട് ചോദിക്കുന്നു. എന്നാൽ ക്യാഷ് കിട്ടാത്ത ഒരു പണിക്കും ഞാനില്ലാന്നും നീ എൻ്റെ വെറും ഒരു ദിവസത്തെ ഫ്രണ്ട് മാത്രമാണെന്നും പറഞ്ഞ് ഒരു ഞൊടിക്കുള്ളിൽ അവളുടെ ഓർമ്മകൾ മായ്ച്ച് അവിടെ നിന്നും പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫായി ആളുകളെല്ലാം സ്റ്റാച്ചു ആകുമ്പോൾ വയസ്സായ താടിയൊക്കെ വെച്ചൊരു മനുഷ്യനെ യുൻഹോ അവിടെ കാണുന്നു. അയാൾ നീ ഇവിടെ ചെയ്യുന്നതൊന്നും അത്ര നല്ലതിനല്ലാന്ന് പറഞ്ഞ് അവർ ഒരു സ്ഥലത്തിരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ലോർഡ് ബഗൂൻ എന്ന അയാൾ അവൾക്കും മുകളിൽ പവറുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യരൂപം നിനക്കിഷ്ടമായെങ്കിൽ മനുഷ്യനായിക്കൂടെ എന്ന ചോദ്യത്തിന് മറുപടിയായി കുറച്ചു കാശിനായി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് ഒരു സമാധാനവുമില്ലാതെ മരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് യുൻഹോ പറയുന്നു. അവൾ പോകാൻ തുടങ്ങുമ്പോൾ സ്കെയിലിൻ്റെ ബാലൻസ് നിൻ്റെത് പോയി തുടങ്ങി എന്നയാൾ പറയുന്നു. അങ്ങനെ വരാൻ യാതൊരു വഴിയുമില്ല എന്നും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അതൊക്കെ ബാലൻസ് ചെയ്യുമെന്നും സ്വർഗത്തിലെ നിയമങ്ങൾ എൻ്റെ മേൽ ദൈവത്തെ പോലെ അടിച്ചേൽപ്പിക്കേണ്ട എന്നും പറഞ്ഞവൾ പോയി.
മോളിൽ നിന്നിറങ്ങിയ ഹ്യുൻവുൻ ഞാൻ നിന്നെ മോശക്കാരനാക്കാനല്ല ഷൂ വാങ്ങാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് വിട്ടേക്ക്, നമുക്ക് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞവർ അവിടേക്ക് പോകുന്നതും കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നല്ല സുഹൃത്തുക്കളാണ്. കളിച്ചുകൊണ്ടിരിക്കെ സിയൂൾ ഒരു ഗോൾ അടിക്കുകയും അത് പറന്ന് അപ്പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ ആ പറന്നു വന്ന പന്ത് തെറിച്ചത് വഴിയിൽ കൂടി നടന്നു വന്ന യുൻഹോയുടെ പുറത്തായിരുന്നു. ഞാൻ ബോളെടുത്ത് വരാം, ഇന്നിപ്പോൾ ടയേർഡായില്ലേ, നാളെ കളിക്കാമെന്ന് പറഞ്ഞ് ഹ്യുൻവുനെ പറഞ്ഞു വിട്ട് സിയൂൾ ബോൾ എടുക്കാൻ പോയി. അവിടെ എത്തിയപ്പോൾ യുൻഹോ ബോളും കയ്യിൽ വച്ചിരിക്കുകയായിരുന്നു. അവനെ കണ്ടവൾ അത് താഴേക്കിട്ടു. എന്നാൽ ബോൾ നിലത്തേക്കിട്ടതും അത് പൊട്ടിപ്പോകുന്നു. നീ ഇന്ന് കണ്ട ആ വീക്ക് പയ്യനല്ലേ എന്ന ചോദ്യത്തിന് ഞാൻ വീക്കൊന്നുമല്ല, ഞാനൊരു അത്ലറ്റാണ്, ഫ്യൂച്ചറിൽ ഞാനൊരു ഫേമസ് ഫുട്ബോളർ ആകുമെന്നും കേൾക്കുന്നവൾ നീ അല്ല, നിന്റെ ഫ്രണ്ടാണ് ആവുന്നതെന്നും ഞാൻ അവൻ്റെ ഫ്യൂച്ചർ കണ്ടെന്നും അവനോടവൾ പറയുന്നു. അതുകൊണ്ട് വെറുതെ സമയം കളയാതെ വേറെ പണി നോക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ബോധമറ്റ് കാറോടിച്ച് വന്ന ലീ ഹ്യുൻവുനെ ഇടിക്കുന്നു. ശബ്ദം കേട്ട യുൻഹോ അതൊരു ആക്സിഡന്റ് ആണല്ലോ എന്ന് പറയുകയും സിയൂൾ അങ്ങോട്ടോടി ചെല്ലുമ്പോൾ ബോധമറ്റ് കിടക്കുന്ന ഹ്യുൻവുനെ കാണുകയും ചെയ്യുന്നു. സിയൂൾ ഓടി വരുന്നത് കണ്ട് പേടിച്ച ലീ അവിടെ നിന്ന് കാറും എടുത്ത് രക്ഷപ്പെടുന്നു. ഉടൻ തന്നെ ഹ്യുൻവുനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പിറ്റേന്ന് രാവിലെ ബോധം വന്ന കാറിലിരിക്കുന്ന ലീ തൻ്റെ ഡാഷ് ക്യാമിൽ നിന്ന് മെമ്മറി കാർഡൊക്കെ ഒടിച്ചു കളയുന്നു. പിന്നെ കാണിക്കുന്നത് സിയൂൾ മൊഴി കൊടുക്കാൻ സ്റ്റേഷനിലിരിക്കുന്നതാണ്. അപ്പോഴാണ് ഒരാൾ താൻ ഇന്നലെ കാറിടിച്ച് ഒരാൾക്ക് പരിക്കു പറ്റിയെന്ന് പറഞ്ഞങ്ങോട്ട് വന്നത്. കുറ്റമെല്ലാം ഡ്രൈവർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും സാറൊന്നും പേടിക്കാനില്ലെന്നും അസിസ്റ്റന്റ് ലീയോട് പറയുന്നതും ഇതേ സമയം നമ്മളെ കാണിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ലീയെ കണ്ടിരുന്ന സിയൂൾ ഇയാളല്ല കുറ്റക്കാരനെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. സ്റ്റേഷനിലെ ഇക്കാര്യങ്ങൾ അറിഞ്ഞ അസിസ്റ്റന്റ് അതെല്ലാം ലീയോട് പറയുകയും ചിലപ്പോൾ ലീയെയും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് കേൾക്കുന്നവൻ വളരെ ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് യുൻഹോയെ ഓർമ്മ വരുന്നവൻ അവളുടെ കാർഡ് എടുത്ത് കത്തിക്കുന്നു. പിന്നെ കാണിക്കുന്നത് കാർഡ് കത്തിച്ച ലീ യുൻഹോയുടെ വീട്ടിലിരിക്കുന്നതാണ്. കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വേഗം കാണുമെന്ന് വിചാരിച്ചില്ലാന്നും ഇനിയൊരു 10 വർഷത്തേക്ക് തൻ്റെ വർക്ക് എടുക്കില്ല എന്നും പറയുന്ന യുൻഹോയ്ക്ക് ഇരട്ടിത്തുക ലീ ഓഫർ ചെയ്യുന്നു. ഇത് കേട്ട യുൻഹോ എന്താണ് വർക്കെന്ന് ചോദിക്കുന്നു. നടന്ന സംഭവങ്ങൾ പറയുന്ന ലീ ഇതിനെല്ലാം സാക്ഷിയായി ഒരു പയ്യനുണ്ട്, അവൻ്റെ ഓർമ്മകളിൽ നിന്ന് തൻ്റെ ഓർമ്മ നീക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഓർമ്മകൾ നീക്കാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന യുൻഹോയെയും അവളെ കണ്ട് അതിശയിക്കുന്ന സിയൂളിനെയുമാണ് കാണിക്കുന്നത്. നമ്മളെ വിധി വീണ്ടും കണ്ടുമുട്ടിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് സിയൂളിൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോട്ടെ എന്നവൾ പറഞ്ഞ് കൈഞ്ഞൊടിക്കുമ്പോൾ പെട്ടെന്ന് അവൾ സിയൂളിൻ്റെ ഫ്യൂച്ചർ കാണുവാണ്. നേരത്തെ ഫേമസ് ആയ ഫുട്ബോളർ ഹ്യുൻവുൻ മാറി ആ സ്ഥാനത്ത് സിയോളായി കാണുന്നു. അവൻ അപകടം പറ്റിയപ്പോൾ ഇവരുടെ ഫ്യൂച്ചർ മാറിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ശക്തി നഷ്ടപ്പെട്ട അവൾ അവിടെ തളർന്നു വീഴുന്നു. അവളെ പെട്ടെന്ന് താങ്ങിപ്പിടിക്കുന്ന സിയൂളിനെ നോക്കി യുൻഹോ കിടക്കുന്നതും അപ്പോൾ തന്നെ അവളുടെ 9 വാലുകൾ പുറത്തേക്ക് വരുന്നതും കണ്ട് സിയൂൾ അമ്പരന്ന് നിൽക്കുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.